എല്ലാവർക്കും അറിയാവുന്നൊരു സീക്രട്ടാണ്. പക്ഷേ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എസ് എൻ സ്വാമി സാറിൻ്റെ സിനിമയാണ്. എല്ലാ രീതിയിലും ഒരു എസ് എൻ സ്വാമി ഫിലിമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, വർഷങ്ങളോളം കഴിഞ്ഞൊരു 40 കൊല്ലമായിട്ട് എസ് എൻ സ്വാമി സാറിൻ്റെ എഴുത്തിന് നമ്മളെല്ലാവരും ഫാൻസാണ്. അപ്പോൾ ഈ സിനിമയിലൂടെ നമുക്ക് എഴുത്തിനോടൊപ്പം തന്നെ ഡയറക്ഷനിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറായ എസ് എൻ സ്വാമി സാർ മാറും എന്നാണ് ഇത് കാണുന്നവരൊക്കെ അതാണ് പറയുന്നത്. കാരണം ഇതൊരു തികച്ചും എസ് എൻ സ്വാമി ഫിലിമാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഫാക്റ്റുകൾ, പുതിയ നോളജ് നമുക്ക് ഇൻഫർമേഷനായിട്ട് കിട്ടുന്ന ഒരു സിനിമ. പക്ഷെ അങ്ങനത്തെ ഇൻഫർമേഷൻ തരുമ്പോൾ അതൊരു നല്ല തിരക്കഥയും കൂടി ആവണമല്ലോ. ഇൻഫർമേഷൻ വെറുതെ പ്രീച്ചിങ് ആവരുത്. അപ്പോൾ അത്തരം ഒരു നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു തിരക്കഥയിൽ പറഞ്ഞു പോകുന്ന നല്ലൊരു കഥ, ആ കഥയിൽ ഇത്തരം ഒരു മെസ്സേജും ഇൻഫർമേഷനും ആണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങളെല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ്. കൂടുതൽ ആളുകൾ ഇത് വന്ന് കാണുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ടാക്സിയിലിരിക്കുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ നിങ്ങളുടെ പ്രൊമോഷൻസ് ഒക്കെ കണ്ടു, ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ സിനിമ പോയി കാണും, ഇൻ്റർവ്യൂ മാത്രം കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് പറയാനുള്ളത്. നല്ല സിനിമയാണ്, കൂടുതൽ ആളുകൾ വന്ന് കാണുക, എല്ലാവരും കണ്ടിരിക്കേണ്ട. അതായത് ഇന്നത്തെ കാലത്ത് ഭയങ്കര നെഗറ്റിവിറ്റി പ്രചരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റിമറിക്കുന്ന പോലെ പോസിറ്റീവ് തിങ്കിങ്ങിനെ കൂടുതൽ പറയുന്ന, പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള ഒരു പവറിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകൾ വന്ന് കാണും എന്നാണ് പറയുന്നത്. ചോദിക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ എസ് എൻ സ്വാമി സാറിനെ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഒരു ത്രില്ലിങ് അല്ലെങ്കിൽ കുറ്റാന്വേഷണം അതൊക്കെയാണല്ലോ സാധാരണ എല്ലാവരും ചിന്തിക്കണേ. ഇത് ആ ഒരു ജോണറിൽ വരുന്നതാണോ അല്ലെങ്കിൽ ഇത് അങ്ങനെ കുറ്റാന്വേഷണം, ക്രൈം അങ്ങനെ അല്ല. ഇതൊരു ജീവിത കഥ പറയുന്ന ഒരു സിനിമയാണ്. ആ ജീവിതത്തിലെ നടക്കുന്ന നിയോഗങ്ങളും നിമിത്തങ്ങളെയും കുറിച്ച് പറയുന്നതാണ്. അത് നടക്കാൻ എന്താണ് കാരണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള പ്രവചനങ്ങളുണ്ടാവാം, അന്ധവിശ്വാസങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനെയും മറികടക്കാം എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ടിപ്പിക്കൽ ക്രൈം ത്രില്ലർ അല്ല, ഇതൊരു വേറൊരു തരം സിനിമയാണ്. സാറിൻ്റെ ഇനി ഫ്യൂച്ചർ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇനി എൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ ഉടനെ ഇറങ്ങാൻ പോകുന്ന ഒരു സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. അതും ധ്യാൻ്റെ കൂടെ തന്നെയാണ്. അപ്പം അതെങ്ങനെ അങ്ങനല്ല, അത് അടുപ്പിച്ച് വന്നതാണ്. അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ചെയ്തു, പക്ഷെ അത് കുറച്ച് ഡിലേ ആയി. അപ്പോൾ റിലീസ് ഒരുമിച്ച് ഇത് രണ്ടും വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുണ്ട്. ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യുന്നു. ചേച്ചിയും ഞാനുമാണ് അതിനകത്ത് ലീഡിങ് റോൾസ് ചെയ്യുന്നത്. പിന്നെ അത് ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജസിലാണ്. പിന്നെ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ചെറിയൊരു സിനിമ, അതും ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പം വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.